കോളേജ് വിദ്യാർത്ഥികൾക്ക് കേരള ബാങ്കിന്റെ KB ജെൻസി ടെക് വായ്പ ജില്ലാതല വിതരണോദ്ഘാടനം മൊറാഴ കോഓപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നടന്നു. കേരള ബാങ്ക് വൈസ് പ്രസിഡന്റ് TV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കോളേജ് വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് പോലുള്ള പഠനോപകരണങ്ങൾ വാങ്ങുന്നതിന് കുറഞ്ഞ പലിശ നിരക്കിൽ ഈടില്ലാത്ത വായ്പാ പദ്ധതിയുമായാണ് കേരള ബാങ്ക് എത്തിയിരിക്കുന്നത്. കേരള ബാങ്കിന്റെ KB ജെൻസി ടെക് പദ്ധതിയിലൂടെയാണ് 18നും 28നും ഇടയിൽ പ്രായമുള്ള വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഐപാഡ് എന്നിവ വാങ്ങുന്നതിന് 25,000 മുതൽ 1 ലക്ഷം രൂപ വരെ വായ്പ അനുവദിക്കുക. 30 മാസം കാലാവധിയിൽ അനുവദിക്കുന്ന വായ്പയ്ക്ക് 6.99% പലിശ നിരക്ക്. ജില്ലാതല വിതരണോദ്ഘാടനം മൊറാഴ കോഓപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ കേരള ബാങ്ക് വൈസ് പ്രസിഡന്റ് TV രാജേഷ് നിർവഹിച്ചു. സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് കേരള ബാങ്ക് ഇത്തരമൊരു സൗകര്യം കൊണ്ടുവന്നതെന്നും എല്ലാവരും ഇത് ഉപയോഗപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ കുറച്ചുകൂടി വ്യത്യസ്തമാണ്. രണ്ടുപേരെ എടുത്താൽ ഒരാൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് കടന്നു പോകുന്നവരാണ്. ഇന്ന് വിദ്യാഭ്യാസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതിന് ഞാൻ മറ്റു ഉദാഹരണങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ലോകത്ത് വ്യാവസായികമായി അതുപോലെ സാങ്കേതികമായി ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാഷ്ട്രങ്ങൾ എടുത്ത് നോക്കിയാൽ, ഇപ്പോ ഇലക്ട്രോണിക്സ് എടുത്താൽ, വാഹന നിർമ്മാണം എടുത്താൽ ലോകത്തെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാഷ്ട്രം ഏതാ? ജപ്പാൻ. അല്ലേ? ജപ്പാൻ ഇലക്ട്രോണിക്സ് വ്യവസായത്തിന്റെ കുത്തക അവകാശപ്പെടാൻ കഴിയുന്ന ഒരു രാഷ്ട്രം. ഇവിടുന്ന് സമാഹരിക്കപ്പെടുന്ന പണം കേരളത്തിൽ തന്നെ നിക്ഷേപിക്കാൻ, അങ്ങനെ കേരളത്തിന്റെ സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്താനും കഴിയുന്ന ഒരു സ്ഥാപനം ഉണ്ടാകും എന്ന കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് 2017 കേരള സർക്കാർ കേരള ബാങ്ക് രൂപീകരണത്തിന് വേണ്ടി കമ്മിറ്റി വെച്ചത്. KB ജെൻസി ടെക് വായ്പയ്ക്ക് ബാങ്ക് പ്രോസസിംഗ് ഫീസ് ഈടാക്കുന്നതല്ല. റീജിയണൽ ജനറൽ മാനേജർ PP മനോജ് വിഷയാവതരണം നടത്തി. അപ്പൊ കേരള ബാങ്ക്, ഞാൻ പറഞ്ഞു കേരള ബാങ്കിന്റെ ബിസിനസ് പറഞ്ഞു. അപ്പൊ കേരള ബാങ്കിൽ ഈ കേരളത്തിൽ ഉണ്ടാകുന്ന ഡെപ്പോസിറ്റ്, പ്രത്യേകിച്ച് നിങ്ങളൊരു ഡെപ്പോസിറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പണം നമ്മൾ കേരളത്തിൽ തന്നെ വായ്പ കൊടുത്തിട്ട് കേരളത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ പുരോഗതിക്കാണ് ഉപയോഗിക്കുന്നത്. ബാക്കി നമ്മളിപ്പോ സ്റ്റേറ്റ് ബാങ്ക് അടക്കം പ്രൈവറ്റ് ബാങ്ക് അടക്കമുള്ള പല നാഷണലൈസ്ഡ് ബാങ്ക് നമുക്ക് ഇവിടെ ഉണ്ട്. അവരെല്ലാവരും ഡെപ്പോസിറ്റ് ചെയ്ത് സ്റ്റേറ്റ് ബാങ്ക് പകുതി പൈസയിൽ കൂടുതലും അവര് വേറെ സ്റ്റേറ്റിൽ, ഔട്ട് ഓഫ് സ്റ്റേറ്റിലാണ് അവര് വായ്പ കൊടുക്കുന്നതും ചെയ്യുന്നത്. ഇപ്പൊ നമ്മളെ CD റേഷ്യോ എന്ന് പറയും, നമ്മളെ ലോൺ ടു ഡെപ്പോസിറ്റ് റേഷ്യോ. ഇപ്പൊ നമ്മളൊരു ബാങ്കിന് ലോൺ ടു ഡെപ്പോസിറ്റ് റേഷ്യോ വരുന്നത് 70 മുതൽ 80% RBI പറഞ്ഞിരിക്കുന്നത്. കോളേജ് ചെയർമാൻ PO മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ KV വിനോദ് കുമാർ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ K നന്ദകുമാർ, അസിസ്റ്റന്റ് മാനേജർ CN മോഹനൻ, PRO C സഹദ, കോളേജ് യൂണിയൻ ചെയർമാൻ TK അശ്വിക രാജീവ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.